ട്യൂഷന്റെ ബയോളജി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 1 ടു ലൈഫ് പ്രോസസ്സിലെ ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് സയൻസ് ഓഫ് ലൈഫ്? ലൈഫിലെ ഇമ്പോർട്ടൻറ്റ് സയൻസ് എന്തൊക്കെയാണ്? അതായത് ഒരു ലൈഫ് ഉണ്ടെന്ന് തെളിയിക്കുന്ന ഇമ്പോർട്ടൻറ്റ് സയൻസ് എന്തൊക്കെയാണ്? അപ്പോൾ ഒരു അനിമലോ അല്ലെങ്കിൽ ഓർഗാനിസത്തിന്റെ മൂവ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അതിന് ലൈഫ് ഉണ്ട്. അതുപോലെ റെസ്പിറേഷന്, ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ ഒക്കെ നിന്നൊക്കെ നമുക്ക് ലൈഫിന്റെ സയൻസ് ആയിട്ട് കണക്കാക്കപ്പെടുന്നതാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: സയൻസ് ഓഫ് ലൈഫ് ഇൻക്ലൂഡ്സ് മൂവ്മെന്റ്, റെസ്പോൺസ്, റെസ്പിറേഷൻ, ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് സെൽ? സെൽ പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഒരു സെൽ പറഞ്ഞാൽ ലൈഫിലെ ഒരു ബേസിക് യൂണിറ്റ് ആണ്. അപ്പോൾ ഈ സെല്ലിനകത്താണ് നമ്മുടെ ലൈഫിന് ആവശ്യമുള്ള, അതായത് എസെൻഷ്യൽ ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഉത്തരം എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: സെൽ ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. ദ എസെൻഷ്യൽ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ലൈഫ് ടേക്സ് പ്ലേസ് ഇൻ സെൽസ്. ക്വസ്റ്റ്യൻ: what are the major elements present in biomolecules? ബയോമോളിക്യൂൾസിൽ അടങ്ങിയിട്ടുള്ള മേജർ ആയിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? അപ്പോൾ ബയോമോളിക്യൂൾസിനകത്ത് നമുക്ക് കുറേ എലമെന്റ്സ് കാണപ്പെടും. ഇതിൽ മേജർ ആയിട്ടുള്ളത് പറയുന്നത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: ദ മേജർ എലമെന്റ്സ് ഇൻ ബയോമോളിക്യൂൾസ് ആർ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, കാൽഷ്യം. Question: the cell that was immersed in the salt water shrinks why? സോൾട്ട് വാട്ടറിൽ മുക്കി വെച്ചിരിക്കുന്ന ഒരു സെല്ല് ഷ്രിങ്ക് ചെയ്യും. എന്തുകൊണ്ട്? സോൾട്ട് വാട്ടറിലെ വാട്ടർ കോൺസെൻട്രേഷൻ പറയുന്നത് സെല്ലിലുള്ള സൈറ്റോപ്ലാസത്തിനേക്കാളും കുറവായിരിക്കും. അതുകൊണ്ട് ഈ ഒരു വാട്ടർ സൊല്യൂഷൻ വന്നിട്ട് ഓസ്മോസിസ് വഴി ലോവർ കോൺസെൻട്രേഷനിലുള്ള ഏരിയയിലോട്ട് മൂവ് ചെയ്യും. അതുകൊണ്ടാണ് ആ സെല്ല് ഷ്രിങ്ക് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: ദ വാട്ടർ കോൺസെൻട്രേഷൻ ഓഫ് ദി സോൾട്ട് സൊല്യൂഷൻ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദി സൈറ്റോപ്ലാസം ഓഫ് ദി സെൽ. ഹെൻസ് വാട്ടർ കംസ് ഔട്ട് ഓഫ് ദി സെൽ ത്രൂ ഓസ്മോസിസ് ആൻഡ് ദ സെൽ ഷ്രിങ്ക്സ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഇൻ സെൽസ്? സെൽസിനുള്ളിലുള്ള ആക്റ്റീവ് ട്രാൻസ്പോർട്ട് പറഞ്ഞാൽ എന്താണ്? പ്ലാസ്മ മെമ്പറൈനിലുള്ള സെർട്ടൻ പ്രോട്ടീൻസിന്റെ സഹായത്തോടു കൂടി എനർജി റിക്വയറിങ് ഒരു പ്രോസസ് നടക്കുന്നുണ്ട്. അതിനാണ് നമ്മൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: an active transport is energy requiring process that takes place with the help of certain carrier proteins in the plasma membrane. Question: how do animals and plants get nutrients? പ്ലാന്റ്സിനും അനിമൽസിനും എങ്ങനെയാണ് ന്യൂട്രിയൻസ് കിട്ടുന്നത്? പ്ലാന്റ്സിന് വന്നിട്ട് ഫോട്ടോസിന്തസിസ് വഴിയും അതുപോലെ തന്നെ സോയിൽ വഴിയാണ് ന്യൂട്രിയൻസ് കിട്ടുന്നത്. അതേസമയം അനിമൽസിന് വന്നിട്ട് പ്ലാന്റ്സിൽ നിന്നും അതുപോലെ തന്നെ മറ്റു അനിമൽസിനെയൊക്കെ ഭക്ഷിക്കുന്നത് മൂലമാണ് ന്യൂട്രിയൻസ് കിട്ടുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: പ്ലാന്റ്സ് ഗെറ്റ് ന്യൂട്രിയൻസ് ത്രൂ ഫോട്ടോസിന്തസിസ് ആൻഡ് അബ്സോർപ്ഷൻ ഫ്രം ദ സോയിൽ. Nutrition in animals is obtained by eating plants or other animals. So, animal nutrition requires the intake of food and its utilization. Question: can photosynthesis take place under the light of an LED bulb? ഒരു LED ബൾബിന്റെ ലൈറ്റിന്റെ അണ്ടറിൽ ഫോട്ടോസിന്തസിസ് നടക്കുമോ എന്നാണ് ചോദ്യം. അപ്പോൾ തീർച്ചയായും ഒരു LED ബൾബിന്റെ ലൈറ്റിന്റെ അണ്ടറിൽ ഫോട്ടോസിന്തസിസ് നടക്കും. അപ്പോൾ ഇതിന്റെ ഉത്തരം എങ്ങനെ എഴുതാൻ നോക്കാം. Answer: yes, photosynthesis can take place under the light of an LED bulb that emits blue and red part of spectrum. Question: how does the substances from the external environment get inside the cell of an animal? എക്സ്റ്റേണൽ എൻവയറോൺമെന്റിലുള്ള സബ്സ്റ്റൻസസ് എങ്ങനെയാണ് അനിമലിന്റെ സെല്ലിലോട്ട് എൻ്റർ ആവുന്നത്? അപ്പോൾ എക്സ്റ്റേണൽ എൻവയറോൺമെന്റിലുള്ള പല സബ്സ്റ്റൻസസും അനിമലിന്റെ സെല്ലിലോട്ട് എൻ്റർ ആവുന്നുണ്ട്. ഇപ്പോൾ അമീബയുടെ കേസ് എടുക്കുകയാണെങ്കിൽ, അമീബ പറയുന്നത് ഒരു യൂണി സെല്ലുലാർ ഓർഗാനിസം ആണ്. അമീബയുടെ കേസിൽ വന്നിട്ട് ഈ സബ്സ്റ്റൻസസ് സെൽ മെമ്പറൈൻ വഴിയാണ് സൈറ്റോപ്ലാസത്തിൽ എൻ്റർ ആവുന്നത്.
അതേസമയം അനിമൽസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അനിമൽസിൻ്റെ വന്നിട്ട് ഈ ഒരു സബ്സ്റ്റൻസസ് കുറച്ച് കെമിക്കൽ റിയാക്ഷൻസ് നടത്തിയിട്ട് അത് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലോട്ട് മൂവ് ആവും. ഇവിടെ നിന്ന് സെൽ മെമ്പറൈൻ വഴി സൈറ്റോപ്ലാസത്തിലോട്ട് ആ ഒരു സബ്സ്റ്റൻസ് എൻ്റർ ആവുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: substances from the external environment enters the animal cells as follows. In unicellular organism like amoeba, substances enter the cytoplasm through the cell membrane. In animals, substances received undergo certain changes, reach the extracellular fluid. From there, it enters the cytoplasm through the cell membrane. ഹൈസ്കൂളിൽ അക്കാഡമിക് എക്സലൻസിന് തയ്യാറാവുന്ന സ്റ്റുഡൻസിന് ഒരു സന്തോഷ വാർത്ത. ടോപ്പ് ട്യൂഷന്റെ എക്സ്പീരിയൻസ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് എക്സെപ്ഷണൽ അക്കാഡമിക് കോച്ചിങ് നൽകുന്നു. റെഗുലർ ക്ലാസ്സസിന് പുറമെയുള്ള ടോപ്പ് ട്യൂഷന്റെ വീഡിയോ നോട്ട്സും റെഗുലർ ടെസ്റ്റുകളും നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ സ്മോൾ ബാച്ച് സൈസ് സ്റ്റുഡൻസിന് ഇൻഡിവിജ്വൽ അറ്റൻഷൻ എൻഷുർ ചെയ്യുന്നു. ടോപ്പ് ട്യൂഷന്റെ എക്സാം റിവിഷനിലൂടെയും എക്സാം പ്രിപ്പറേഷനിലൂടെയും ഉയർന്ന മാർക്കുകൾ സ്കോർ ചെയ്യാം. നിങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് ജോയിൻ ചെയ്യുവാൻ ഇന്ന് തന്നെ വിളിക്കുക 800-606-6363. Question: how does the substances from the external environment get inside the plant cells? External environment ഉള്ള സബ്സ്റ്റൻസസ് എങ്ങനെയാണ് പ്ലാന്റ് സെല്ലിലോട്ട് എൻ്റർ ആവുന്നത്? അപ്പോൾ പ്ലാന്റ് സെല്ലിലോട്ടും എക്സ്റ്റേണൽ എൻവിറോൺമെൻറ്റിലുള്ള സബ്സ്റ്റൻസ് എൻ്റർ ആവുന്നത് ആദ്യം വന്നിട്ട് അത് സെൽ വോളിൽ കൂടെ എൻ്റർ ആവും. പിന്നെ വന്നിട്ട് സൈറ്റോപ്ലാസ്മിക് കണക്ഷനിലൂടെ സബ്സ്റ്റൻസസ് എൻ്റർ ആവുന്നുണ്ട്. പിന്നെ പ്ലാസ്മ മെംബ്രെയിനിലൂടെയും എക്സ്റ്റേണൽ എൻവിറോൺമെൻറ്റിലുള്ള സബ്സ്റ്റൻസ് പ്ലാന്റ് സെല്ലിലോട്ട് എൻ്റർ ആവുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഒന്നുകൂടെ ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: from the external environment, substances enter the cytoplasm through various means: through the cell wall and through extracellular spaces, through cytoplasmic connections called plasmodesmata that connect adjacent cells, from one cell to another through plasma membrane. Question: list important nutrients. Important ആയിട്ടുള്ള ന്യൂട്രിയൻസ് ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീരത്തിന് വേണ്ട ന്യൂട്രിയൻസിൽ ചിലത് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, വിറ്റാമിൻസ്, മിനറൽസ് എന്നിവയൊക്കെയാണെന്ന്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വിറ്റാമിൻസ്, മിനറൽസ്. Question: what consists of the internal environment of plants? പ്ലാന്റ്സിൻ്റെ ഇന്റേണൽ എൻവിറോൺമെൻറ്റിൽ എന്തൊക്കെ വരുന്നുണ്ട്? അപ്പോൾ ഒരു പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇന്റേണൽ എൻവിറോൺമെൻറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു സെൽ വോൾ ഉണ്ടാവും, അതിൻ്റെ കമ്പോണൻസും ഉണ്ടാവും. പിന്നെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് കാണാൻ കഴിയും. പിന്നെ നമ്മൾ സെൽസിൻ്റെ ഇടയിലുള്ള എയർ സാക്സ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: the internal environment of plants consists of the following: cell walls and their components, extracellular fluid, air sacs between cells. Question: what are the preventive steps of ocean pollution? Ocean pollution തടയാനുള്ള സ്റ്റെപ്സുകൾ ഏതൊക്കെയാണ്? അപ്പോൾ ഓഷൻ പൊല്യൂഷൻ തടയാനുള്ള ചില സ്റ്റെപ്പുകൾ വന്നിട്ട് ഒന്ന് വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ഓഷനിലോട്ട് തള്ളിവിടാതിരിക്കാം. പിന്നെ വന്നിട്ട് കെമിക്കൽ പൊല്യൂഷൻ അവോയ്ഡ് ചെയ്യുക. പിന്നെ ബീച്ചൊക്കെ നല്ല ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഒന്നും കൂടി എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: ensure that plastic waste are not going to the ocean, avoid chemical pollution, beach cleaning, control the ocean mining, use scientific techniques in fishing. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. Question: on what basis the ocean is divided into different zones? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓഷൻസിനെ ഡിഫറെന്റ് സോൺ ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? അപ്പോൾ സൺലൈറ്റ് ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓഷൻസിനെ മെയിനായിട്ട് 3 ഡിഫറെന്റ് സോണാക്കി ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ സോൺ പറയുന്നത് യുഫോട്ടിക് സോൺ ആണ്. പിന്നെ വരുന്നത് ഡിസ്ഫോട്ടിക് സോണും പിന്നെ അഫോട്ടിക് സോണും ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: an ocean is divided into 3 zones based on the availability of sunlight. They are euphotic zone, dysphotic zone, aphotic zone. Question:
What is the economic importance of plants? Plants inde economic importance endana? ഇപ്പോൾ പ്ലാന്റ്സിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്താന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിൽ നിന്നും നമുക്ക് കോഫി കിട്ടും, അതുപോലെ ടീ കിട്ടുന്നുണ്ട്, റബ്ബർ ലാക്ടസ് കിട്ടുന്നുണ്ട്, അതുപോലെ പലതരത്തിലുള്ള മെഡിസിൻസും ബയോ പെസ്റ്റിസൈഡ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഉത്തരം ഒന്നും കൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: A lot of economically important products are obtained from plants. Drinks like coffee and tea, rubber lattice, biopesticide, medicines, spices. Question: Where are mangroves found? What is the importance of mangroves? Mangroves എവിടെയാണ് കാണപ്പെടുന്നത്? അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ബാക്ക് വാട്ടറും സീയും മീറ്റ് ചെയ്യുന്ന ഏരിയയിലാണ് മെയിൻ ആയിട്ട് മാംഗ്രോവ്സ് കാണപ്പെടുന്നത്. മാംഗ്രോവ്സ് വന്നിട്ട് എൻവിറോൺമെന്റിന് പല ഇൻവാല്യുബിൾ ആയിട്ടുള്ള സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്നും അതെങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: Mangroves are found in areas where backwaters meet the sea. Mangroves provide invaluable services to the environment, which is as follows: a source of fish wealth, a storehouse of biodiversity, conservation of coastal soil, defense against global warming by absorbing more carbon dioxide, prevention of tsunami. പാലക്കാട് നിവാസികളെ, ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.